വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-66 വാക്യം. The Gospel according to Saint Luke, chapter 1, verse 66. ഈ പൈതൽ എന്താകും എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ കൈ അവനോടുകൂടെ ഉണ്ടായിരുന്നു. What then will this child become? The Lord's power was upon him. Will the birth of a child transform our lives for the better? വിവാഹിതരാകുന്ന മക്കളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ളതാണ് തങ്ങൾക്ക് ഒരു പൈതലുണ്ടാവണം എന്നത്. ഒരു പൈതലിൻ്റെ ജനനം ജീവിതത്തെ സാരമായിട്ട് ബാധിക്കുമോ? അമ്മമാരിവിടെ ഇരിപ്പുണ്ട്. എനിക്കൊരു കാര്യം നിശ്ചയമാണ്, ആദ്യത്തെ കുഞ്ഞ് തന്നെ മിക്കവാറും നിങ്ങളുടെ രാത്രി പകലായും പകല് രാത്രിയായും മാറ്റും. രണ്ടാമതൊരു കുട്ടിയോട് വരുന്നതായിട്ടുള്ള അവസരത്തിൽ ആ കുട്ടികൾ തമ്മിൽ സ്വരച്ചേർച്ചയില്ല എങ്കിൽ ജീവിതത്തിലുണ്ടാകുന്നതായുള്ള പരിണാമം എങ്ങനെയുള്ളതായിരിക്കും? ഇവിടെ സക്കറിയ എലിസബത്ത് ദമ്പതികൾക്ക് ഒരു പൈതൽ ജനിക്കുന്നതിനെക്കുറിച്ചാണ് ഇന്ന് വേദഭാഗമായി നാം വായിച്ച് കേട്ടത്. ഓരോ പിറവിയും പ്രത്യാശ നിർഭരമായിട്ടുള്ള ഒന്നാണ്, നിസ്തുലമായിട്ടുള്ള ഒന്നാണ്. ഓരോ പിറവിയിലും ദൈവത്തിൻ്റെ ഒരു നിയോഗവുമുണ്ട് എന്നത് ഓർത്തിരിക്കേണ്ടതാണ്. രവീന്ദ്രനാഥ് ടാഗോർ ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി: Every birth of a child, God is proclaiming to the world that He hasn't finished yet. ഈ ലോകത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം ഓരോ കുഞ്ഞും ജനിക്കുന്നതായുള്ള അവസരത്തിൽ ദൈവം തന്നെ പ്രഖ്യാപിക്കുകയാണ്, എൻ്റെ ഉദ്ദേശം അസ്തമിച്ചിട്ടില്ല. കാലം ചെയ്ത ഈശോമാർ തിമോത്തിയോസ് തിരുമേനി പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടുന്നതായിട്ടുള്ള അനേകം മാതാപിതാക്കളെ ഞാൻ കാണുന്നുണ്ട്. വേവലാതിപ്പെടേണ്ട. ദൈവം കുഞ്ഞുങ്ങളെ വളരുമാറാക്കുന്നത് കണ്ട് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുക അത്ര ആവശ്യമായിരിക്കും. ഈ പൈതൽ എന്തായിട്ട് തീരും എന്നാണ് യോഹന്നാൻ സ്നാപകൻ്റെ നാമകരണ ദിനത്തിൽ സമൂഹം ചോദിച്ചതായുള്ള ചോദ്യം. ഈ പൈതൽ എന്തായിട്ട് തീരും? ഇന്ന് നമ്മളുടെ മധ്യത്തിൽ ആദ്യമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഫസ്റ്റ് കമ്മ്യൂണിക്കൻസ് ഉണ്ട്. ഈ ഫസ്റ്റ് കമ്മ്യൂണിക്കൻസിനെ ഓരോരുത്തരെയും കുറിച്ച് എന്ന് ചോദിക്കാവുന്നതായുള്ള ചോദ്യമാണ്, ഈ പൈതൽ എന്തായിട്ട് തീരും? സക്കറിയാവും എലിസബത്തും വളരെയധികം റിലീജിയസ് ആയിരുന്നു. അവ മതപരമായുള്ള കാര്യങ്ങൾ നിഷ്ഠയുള്ളതായിട്ടുള്ള ആളുകളായിരുന്നു, ഡിസിപ്ലിൻഡ് ആയിരുന്നു. അവരൊരു പൈതലിന് വേണ്ടി യാചിച്ചു. അവർ വൃദ്ധരാകുന്നവരെ അവർക്ക് ലഭിച്ചില്ല. അതിൻ്റെ അർത്ഥം ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നാണോ? അല്ല, ദൈവം എല്ലാ പ്രാർത്ഥനയും കേൾക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള സമയത്ത് മാത്രമേ ഉത്തരം പറയൂ. കാത്തിരിക്കുവാനായിട്ട് തയ്യാറാണ്. Waiting for the Lord to reveal His desire about each one of us.
His will and purpose about us. Are we able to do that? സമൂഹം പ്രതീക്ഷിക്കുന്നത് സക്രിയാവിനും എലിസബത്തിനും ഒരു പുരോഹിതന്മാരുടെ മക്കളായിരുന്നു. ഒരാൾ പുരോഹിതനാണ്, എലിസബത്ത് പുരോഹിതൻ്റെ മകളാണ്. തങ്ങൾക്ക് ജനിക്കുന്നതായുള്ള കുഞ്ഞ് ഒരു പുരോഹിതനായിട്ട് തീരുമെന്നാണ് വിചാരിക്കുന്നത്. That he became a prophet, John the Baptist. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ വാക്കാവിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ ചരിത്രത്തിൻ്റെ മധ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവശബ്ദത്തെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതല്ല, മാതാപിതാക്കൾ ഉണ്ടാവണമെന്നതാണ്. ഇത് ഞാൻ പറയുന്നതായുള്ള അവസരത്തിൽ അല്പം ഈർഷ ആർക്കെങ്കിലും തോന്നുന്നുണ്ടായിരിക്കും. എന്നാൽ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. എന്നാണ് ഏറ്റവും അവസാനമായി ഇടവകയായി ഈ ഇടവകയിൽ നിന്ന് ദൈവിക ശുശ്രൂഷകൾക്ക് ആളുകളെ ഉയർത്തണം എന്ന് നാം പ്രാർത്ഥിച്ചത്? എന്ന് നമുക്ക് ഒരുമിച്ച് ഒരു വിശ്വാസ സമൂഹമായിട്ട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞത്? എന്നാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥനയോടുകൂടി അയക്കുവാനായിട്ട് കഴിഞ്ഞത്? ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ, ഇവാഞ്ചലിസത്തിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട്, വൈദിക സെമിനാരിയിലേക്ക്, ഓർഡിനേഷനിലേക്ക്, ഇതെല്ലാം നമുക്കറിയാവുന്നതായുള്ള കാര്യങ്ങളാണ്. എന്നാൽ why are we not doing it? 2-3 പേർ എൻ്റെ നാമത്തെ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട് എന്നാണ് കർത്താവ് പറഞ്ഞത്. Can we feel the presence of God whenever we gather together as a faith community? ഇവിടെ ദൈവമുണ്ട്, അതനുഭവിക്കുന്നതായുള്ള ദൈവത്തിന് ജനവും ഉണ്ടാവണം. യോഹന്നാൻ സ്നാപകൻ ജനിച്ചതായുള്ള അവസരത്തിൽ ജനമെല്ലാം ആഗ്രഹിക്കുന്നത് അവന് സക്രിയാവ് എന്ന പേരുണ്ടോന്ന്. കാരണം അപ്പൻ്റെ പേരതാണ്. അപ്പോൾ എലിസബത്ത് പറഞ്ഞു അവൻ അങ്ങനെയല്ല, യോഹന്നാൻ എന്നാ പേരിടേണ്ടത്. അവർക്ക് സംശയമായി. അതുകൊണ്ട് ആംഗ്യം കാട്ടി, അതൊന്നും അറിയത്തില്ല, ആംഗ്യം കാട്ടി സക്രിയാവിനോട് ചോദിച്ചു. അപ്പോൾ ഒരു എഴുത്തുപലക ചോദിച്ചു, അതിനകത്ത് എഴുതി യോഹന്നാൻ. അപ്പനും അമ്മയും ഒന്ന് തന്നെയാണ് പറയുന്നത്, യോഹന്നാൻ എന്നെ പേരിടണം. എന്തുകൊണ്ടാണ് അവർക്ക് ഒരേ ശബ്ദത്തിൽ ഒരേ കാര്യം തന്നെ പറയുവാനിടയായത്? അവർ രണ്ടുപേരും ദൈവശബ്ദം കേട്ടിരുന്നു, അനുസരിച്ചിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇന്ന് ദൈവശബ്ദം കേട്ട് അനുസരിക്കുന്നതായിട്ടുള്ള എത്ര ആളുകളെ, എത്ര കുടുംബങ്ങളെ നമുക്ക് ഈ ഇടവകയിൽ കാണാനായിട്ട് സാധിക്കും? മറ്റാർക്കും കഴിയില്ല, നമുക്ക് തന്നെ കഴിയുള്ളൂ. മറ്റാർക്കും കഴിയില്ല. ഈ ഒരു ഹാബിറ്റ് നമ്മളുടെ ഇടയിലുണ്ടോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ, ഇന്ന് വേദപുസ്തക ഞായറാഴ്ചയാണ്, ബൈബിൾ സൺഡേ ആണ്. നിങ്ങളതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും വിതരണത്തെ എല്ലാം ഓർത്ത് സ്തോത്ര കാഴ്ചയിട്ടു എന്ന് ഞാൻ വിചാരിക്കട്ടെ. കേരള ഓക്സിലറിയുടെ ചെയർമാൻ കൂടിയാണ് ഞാൻ. ഭാരതത്തിലുള്ള എല്ലാ സംസ്ഥാനങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ കൊടുക്കുവാനായിട്ട് കേരള ബൈബിൾ സൊസൈറ്റി സാധ്യമായിട്ട് തീർന്നിട്ടുണ്ട്. അതാണ് കഴിഞ്ഞ കാലത്തെ ചരിത്രം മുഴുവൻ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേദപുസ്തകം വിതരണം ചെയ്യപ്പെടുന്നതായിട്ട് മൂന്നാമത്തെ സ്ഥലമാണ് ചൈന എന്ന് പറയുന്നത്.
ഒരു കാലത്ത് ചൈനയിൽ വേദപുസ്തകമെല്ലാം ചുട്ട് കത്തിക്കുവാൻ ചാരമാക്കുക, ആർക്കും ദേവാലയത്തിൽ പോയി ആരാധിക്കുന്നതിനായിട്ടുള്ള ഒരു അനുവാദവും ലഭിച്ചിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് മാറി വന്നതായിട്ടുള്ള രാജാക്കന്മാർ സംഗതികളെല്ലാം മാറ്റിമറിച്ചു. പള്ളിയിൽ പോകുന്നതിനായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുത്തു, പള്ളിയിൽ പോകുന്നതിനായിട്ട് ആളുകൾ തുടങ്ങി. അപ്പോൾ ഒരു പ്രശ്നം, വേദപുസ്തകമില്ല, എല്ലാം ചുട്ടുകരിച്ചു, ചാമ്പലാക്കി. അപ്പോൾ അവർ ആവശ്യപ്പെട്ട് ബൈബിൾ സൊസൈറ്റിയോട് ഞങ്ങൾക്ക് വേദപുസ്തകം ആവശ്യമുണ്ട്, അയക്കണം. ഏറെ നാളത്തെ ഡയലോഗിന് ശേഷം ബൈബിൾ സൊസൈറ്റി ചൈനയോട് പറഞ്ഞു, ഞങ്ങൾ പണം മുടക്കിക്കോളാം, നിങ്ങളുടെ നാട്ടിൽ വേദപുസ്തകം പ്രിൻ്റ് ചെയ്യുന്നതായിട്ടൊരു പ്രസ് ഉണ്ടാകുന്നതിനായിട്ട് അനുവാദം തരണം. അതത്ര എളുപ്പമായിരുന്നില്ല. അതുകൊണ്ടാണ് കുറച്ച് നാളുകൾ അവരെ സംസാരിക്കേണ്ടതായിട്ട് വന്നത്. എന്നാൽ അവസാനം സമ്മതിച്ചു. ഇന്ന് നമുക്ക് പോലും ലഭിക്കുന്നതായിട്ടുള്ള വേദപുസ്തകം ചൈനയിൽ പ്രിൻ്റ് ചെയ്തതാണ്. നല്ല നൈസായിട്ടുള്ള പേപ്പർ. അത്രയും നൈസായിട്ടുള്ള പേപ്പർ ഇന്ത്യയിൽ കിട്ടുകയില്ല. അതിന് രണ്ട് വശവും അടിക്കുന്നു. ഒരു വശത്ത് അടിക്കുന്ന മറുവശത്ത് കാണുകയില്ല. വെരി ഗുഡ് ഫൈൻ പേപ്പർ. ഇന്നും ബൈബിൾ സൊസൈറ്റിയുടെ ഒരു ഓഫീസ് ചൈനയിലില്ല. എന്നാൽ അതിശയം എന്താണെന്ന് ചോദിച്ചാൽ, ചൈനയിൽ അടിക്കുന്നതായുള്ള വേദപുസ്തകം ചൈനയിലും മറ്റ് ദേശങ്ങളിലെല്ലാം എക്സ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ഇന്ത്യയിലും വരുന്നത്. മനുഷ്യനെ അസാധ്യം എന്ന് ചിന്തിക്കുന്നതായുള്ള കാര്യങ്ങൾ ദൈവത്തിന് സാധ്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വിശ്വസിക്കുവാനായിട്ട് കഴിയുമോ? മനുഷ്യന് അസാധ്യം എന്ന് പറയുന്നത് ദൈവത്തിന് സാധ്യമാണ്. വിശ്വസിക്കാമോ? നമ്മളുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന, നാം പ്ലാൻ ചെയ്യുന്നതല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകാതെ ഇരിക്കുമ്പോൾ പരാജയരാകുമോ? നിരാശയുള്ളവരായിട്ട് തീരുമോ? ജീവൻ ഒടുക്കുവാനായിട്ട് ശ്രമിക്കുമോ? അതല്ല ആവശ്യമെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം ജീവിതത്തെ നയിക്കുവാനായിട്ട് മനുഷ്യൻ പഠിക്കണമെന്നുള്ളത്. അതാണ് മതപുരോഹിതനായിട്ടുള്ള സക്രിയാവ് പോലും പഠിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. സക്രിയാവ് എലിസബത്ത് ദമ്പതികൾ ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. മനുഷ്യൻ സ്വാതന്ത്ര്യമോഹിയാണ്. എന്താ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? എല്ലാവരും പറയുന്നത് കേട്ട് യേശു പറയുന്നതാണ്. ഇപ്പോൾ മുനിസിപ്പൽ ഇലക്ഷൻ്റെ സമയമാണ്, പഞ്ചായത്ത് ഇലക്ഷൻ്റെ സമയമാണ്. എത്ര ആളുകളാണ് നിങ്ങളുടെ അടുത്ത് വോട്ട് ചോദിച്ചു വരുന്നത്? എന്താണല്ലോ നിങ്ങൾക്ക് ഒരാൾക്ക് വോട്ട് ചെയ്യാൻ ഒക്കുള്ളൂ, അത് നിങ്ങൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ ചിലതിനോട് യേസ് പറയണം, ചിലതിനോട് നോ പറയണം. ഈസ് ഇറ്റ് എ ഡിസിപ്ലിൻ ഇൻ ആർ ലൈഫ്? ഈസ് ഇറ്റ് എ ഡിസിപ്ലിൻ? യേസ് പറയുന്നു, നോ പറയുന്നു. മനുഷ്യ ജീവിതത്തിൽ ഇത് ദൈവനിർമ്മിതമായിട്ടുള്ളൊരു ജീവിതമാണ് എന്നുള്ളതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറണം എന്നുള്ളത്. അതുകൊണ്ട് ലോകത്തിൻ്റേതായിട്ടുള്ള എല്ലാ വഴികളിലോട്ടും നോ പറയണം, ദൈവത്തിനോട് യേസ് പറയണം. സാധിക്കും. First communicants, you are going to enter into a communion relationship with the Lord and Master of the church, your own master. And when you enter into a relationship with him, communion relationship with him, remember, it's the will and purpose of God that is to be established in your life.
Are you able to surrender your life for that? ഇവർ മാത്രമല്ല, ഇന്ന് പ്രാർത്ഥനയോടുകൂടി ഇവരെ ഇവിടേക്ക് കൊണ്ടുവന്നതുമായിട്ടുള്ള, പ്രാർത്ഥനയോടുകൂടി ഇവിടെ ഇരിക്കുന്നതായുള്ള എല്ലാ വിശ്വാസികളുടെയും ചുമതല കൂടിയാണ്. ഇന്ന് പ്രൈവറ്റൈസേഷൻ്റെ ഒരു ലോകമാണ്. എല്ലാം നമുക്ക് സ്വന്തമായിരിക്കണം, എല്ലാം നമുക്ക് രഹസ്യമായിരിക്കണം, എൻ്റെ കാര്യം മാത്രം നടക്കണം, ഇങ്ങനെയുള്ളൊരു ലോകമാണ്. സെൽഫി ഇതെടുക്കാൻ അറിയാൻ പാടില്ലാത്ത എത്ര പേരിവിടെ ഉണ്ടെന്ന് എനിക്കറിയാനായിട്ട് പാടില്ല. എന്നാൽ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങളുടെ പടം ഉണ്ടായിരിക്കണമെന്നാണ്, അല്ലേ? സെൽഫി that you should be there. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ്റെ കോണം നമ്മെ നൽകി കൊടുക്കുന്നതായുള്ള അവസരമാണ് ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ഈ ഫ്രീഡം എന്ന് പറയുന്നത് യേസ് പറയുന്നത് മാത്രമല്ല, നോ പറയാനോട് കഴിയണം എന്നതാണ് ഫ്രീഡം. മറിയയ്ക്ക്, ജോസഫിന്, സക്രിയാവിന്, എലിസബത്തിന് 4 ആളുകൾ അവരോട് ദൈവഹിതം വെളിപ്പെടുത്തുന്നതായുള്ള അവസരത്തിൽ അവർക്ക് നോ പറയാമായിരുന്നു. എന്നാൽ അവർ ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് മനസ്സിലാക്കി തങ്ങളെ തന്നെ സമർപ്പിച്ചു. അതുകൊണ്ടാണ് ക്രിസ്മസ് ഒക്കെ കൊണ്ടാടുവാൻ നമുക്ക് അവസരം ലഭിക്കുന്നത്. Can you be different in the sight of God when you realize which is the way of the Lord? Can you be different? ഒഴുക്കിനൊത്ത് ജീവിക്കുക എന്ന് പറയുന്നത്, ഒഴുകുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ ഒഴുക്കിനെതിരായിട്ട് നീന്താൻ പ്രയാസമാണ്. കല്ലെറിഞ്ഞ് കൊല്ലുവാൻ സാധ്യമാകുന്നതായ രംഗത്താണ് മറിയ, ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുന്നത്. അതുപോലെ ഓരോരുത്തരും അതുകൊണ്ട് നമ്മോടുള്ള പ്രധാനപ്പെട്ട ചോദ്യം ദൈവഹിതത്തിന് നമ്മെ തന്നെ നൽകി കൊടുക്കുവാനായിട്ട് കഴിയുമോ എന്നതാണ്. വേദപുസ്തക ഞായറാഴ്ചയാണ് എന്നത് ഞാൻ പറയുകയുണ്ടായിരുന്നു. വേദപുസ്തകം ഇല്ലാത്ത ഭവനങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാം വീട്ടിൽ വേദപുസ്തകമുണ്ട്. എന്നാൽ വേറൊരു ചോദ്യം, നമ്മളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം അവർക്ക് സ്വന്തമായിട്ടൊരു വേദപുസ്തകമുണ്ട് എന്ന് പറയത്തക്കോണം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. പണമില്ലാത്തത് കൊണ്ടല്ല, ആണോ? അല്ല. ഒരു അസുഖം വന്നാൽ എത്ര രൂപ ചിലവാക്കും? സ്കൂളിൽ കൊണ്ടാക്കണമെങ്കിൽ എത്ര രൂപ ചിലവാക്കും? അതുകൊണ്ട് പണമില്ലാത്തത് കൊണ്ടല്ല, അത് പ്രയോറിറ്റിയാണ് എന്നത് ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ടാണ്. ഇന്നും ഫസ്റ്റ് കമ്മ്യൂണിക്കൻസ് തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതായുള്ള അവസരത്തിൽ അവർക്കൊരു വേദപുസ്തകം നൽകും. ലോകത്തിൽ ബ്രസീൽ എന്ന് പറയുന്നതായുള്ള സ്ഥലം വേദപുസ്തക വിതരണത്തിൽ 2ാം സ്ഥാനത്താണ്. എങ്ങനെ സാധിച്ചു? ബ്രസീലിൽ all on a sudden the young people decided that we will possess a Bible for our own. ഞാൻ 12 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായിട്ട് വിളിച്ചതൊക്കെ ഉണ്ടായി.
അവരാണ് നമ്മൾ ഇന്നത്തെ വർത്തമാനകാലത്തും ഭാവി കാലത്തും ഇതിൻ്റെ എന്താണ് ഭാഗധേയത്വം എന്ന് നിശ്ചയിക്കുവാനായിട്ട് പോകുന്നത്. അവർ ദൈവത്തോടും സഭയോടും കൂറു പുലർത്തേണ്ടതായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം വളരെ പ്രസക്തിയുള്ളതാണ്. നമ്മളുടെ ഭവനത്തിലെ ഓരോ കുഞ്ഞിനും ഓരോ വേദപുസ്തകം എന്നുള്ളതായ പ്രമാണം സ്വീകരിക്കുവാനായിട്ട് കഴിയുമോ? ഓരോ കുഞ്ഞിനും ഓരോ വേദപുസ്തകം. ഒരു കാര്യം എന്നെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ഫസ്റ്റ് കമ്മ്യൂണിക്കൻസിന് വേദപുസ്തകം നൽകും. നിങ്ങൾ ആരെങ്കിലും വിവാഹിതരാകുകയാണെങ്കിൽ വിവാഹ സമയത്ത് ഒരു വേദപുസ്തകം നൽകും. ഒരാൾ സെമ്മാസനായാൽ പുതിയ നിയമം നൽകും. ഒരാൾ അച്ഛനായാൽ ഒരു വേദപുസ്തകം നൽകും. ഇതൊക്കെ ആഡിക്വേറ്റായിട്ട് വേദപുസ്തകം ഇല്ലായിരുന്ന കാലത്തെ പ്രസക്തിയുള്ള കാര്യങ്ങളായിരിക്കും. എന്നാൽ ഇന്ന് എത്രയോ പുസ്തകങ്ങളാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ആഴത്തിൽ പഠിക്കുവാണ്ട കാരണം ഇടയായിട്ട് തീരണം എന്നത് നമ്മളുടെ കുഞ്ഞുങ്ങൾക്കും യുവജനങ്ങൾക്കും മനസ്സിലാക്കുവാനായിട്ട് കഴിയുമോ? ഞാൻ ഈ കർണാടക മിഷൻ ഫീൽഡിലൊക്കെ പോയിട്ടുണ്ട്. അവിടെ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിരനിരയായിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ അവിടെ വരുന്ന വിശ്വാസികളുടെ കുഞ്ഞുങ്ങളാണ്. അവർ ഒരുമിച്ച് രാവിലെ സമയത്ത് ഈ വൃക്ഷത്തിൻ്റെ തറയിൽ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം വേദപുസ്തകം പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിലൊരാൾ മുമ്പോട്ട് കയറി ഇരുന്നിട്ട് വേദപുസ്തക വാക്യം ചൊല്ലിക്കൊടുക്കും. ഈ അറബി സ്കൂളിൽ പഠിക്കുന്ന പോലെ അത് ഏറ്റു ചൊല്ലും. അങ്ങനെ ആ വാക്യങ്ങളെല്ലാം അവർ പഠിക്കും. ബൈബിൾ സൊസൈറ്റിയുടെ കലണ്ടർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓരോ ഡേറ്റിൻ്റെയും താഴെ വേദവാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓരോ കുഞ്ഞും വേദവാക്യം പഠിക്കണമെന്നുള്ളതുകൊണ്ടാണ്. ഒരു ദിവസം ഒരു വാക്യം പഠിക്കാനായിട്ട് കഴിയും. നമുക്ക് ആഴ്ചയിൽ ഒരു വാക്യം പഠിക്കുന്നതിന് വളരെ വിഷമിച്ചാണ്. സൺഡേ സ്കൂളിൽ നല്ല ഉറപ്പ് എനിക്കുണ്ട്, ഈ വിശ്വാസികളുടെ കുഞ്ഞുങ്ങൾ നമ്മളുടെ കുഞ്ഞുങ്ങളെ വെല്ലും. നമ്മുടെ കുഞ്ഞുങ്ങൾ പറയുന്നതിന് നമ്പറിനേക്കാൾ വളരെയധികം വാക്യങ്ങൾ അവർ പറയും. ഒരു വേദപുസ്തക പഠന ക്ലാസ്സിൽ ഇവാഞ്ചലിസ്റ്റൊക്കെ അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. സഭയിലേക്ക് ചേരുന്നതായുള്ള ആളുകൾക്ക് വേദപഠന ക്ലാസ്സുകൾ എടുക്കണം. അങ്ങനെ പഠിപ്പിച്ചു കൊണ്ടിരുന്നതായുള്ള ഒരവസരത്തിൽ അത് ഇഷ്ടമില്ലാത്തതായുള്ള ഒരാൾ അവിടെ കയറി വന്ന് വേദപുസ്തകം തട്ടിപ്പറിച്ച് അതിൻ്റെ പേജുകളൊക്കെ കീറിക്കളഞ്ഞു. നമ്മൾ വെറുതെ മൂക്കത്ത് വിരലൊക്കെ വെച്ച് അവിടെ ഇരുന്നേന്. എന്നാൽ ഒരു വൃത്തിയായുള്ള സ്ത്രീ അവിടെ എഴുന്നേറ്റ് വന്നു. എന്തിനാ അവർ എഴുന്നേറ്റത്, അവരെന്നാ പറയാൻ പോകുന്ന ആർക്കും അറിയില്ല. എന്നാൽ അവർ പറഞ്ഞു, മകനെ, സൺ, യു ക്യാൻ tear the pages of this book very easily, but you should understand that all the Bible verses are already inscribed on the walls of our heart. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മാംസപലകയിൽ ഇപ്പോൾ തന്നെ ഈ വേദവാക്യങ്ങളെല്ലാം എഴുതപ്പെട്ടിട്ടുണ്ട്. നിനക്കത് കീറാനായിട്ട് സാധിക്കത്തില്ല. പ്രായമുള്ളവർ എന്നോട് സമ്മതിക്കും, ഒരു കാലത്തെ കണ്ണ് കാണാൻ പാടില്ലാതെയും ഉറക്കം വരാതെയും ഒക്കെ കട്ടിലേൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നതായിട്ടൊരു നാൾ വരുന്നുണ്ട് എന്നത്. അന്ന് ഓർക്കുന്നത് ഞാൻ പഠിച്ചതായുള്ള വേദവാക്യങ്ങളും പഠിച്ചതായുള്ള പാട്ടുകളും മാത്രമാണ്. അതുകൊണ്ടാണ് ഈ പ്രായമുള്ള ആളുകൾ വേദവാക്യങ്ങൾ പറയുന്നതും പാട്ടുകളൊക്കെ പാടുന്നതും. പലരും അവരോട് മിണ്ടാതിരിക്കാൻ പറയും, ഞങ്ങൾ ഉറങ്ങട്ടെന്നൊക്കെ പറയും. എന്നാൽ അവർക്ക് അതേ ചെയ്യാനൊക്കെ ഉള്ളൂ, വേറെന്ത് ചെയ്യാനൊക്കെ. ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലുകൾക്ക് വിളക്കും പാതയ്ക്ക് പ്രകാശമാണ്. അത് മനസ്സിലാക്കി ജീവിപ്പാൻ്റെ കൊണ്ടിടയായിട്ട് തീരണം.
ജോൺ എന്നുള്ളത്, യോഹന്നാൻ എന്നുള്ളതായുള്ള വാക്കിൻ്റെ അർത്ഥം യഹോവ കരുണ കാണിച്ചു എന്നതാണ്. അത് ലിറ്ററലി ട്രൂ. സക്കറിയാവിൻ്റെ എലിസബത്തിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണയാണ് ഒരു പൈതൽ ലഭിച്ചു എന്നുള്ളത്. ദൈവം കരുണ കാണിക്കുന്നതായുള്ള ദൈവമാണ്. ദൈവത്തിൻ്റേതായുള്ള ദാനമാണ് പൈതൽ എന്നുള്ളത്. യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നതായുള്ള അവസരത്തിൽ അവൻ വീഞ്ഞും മദ്യമൊന്നും സേവിക്കുകയില്ല. ഏലിയാമിൻ്റെ ശക്തിയോടുകൂടി ഈ ലോകത്തിൽ അവൻ നടക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഗർഭത്തിൽ തന്നെ നിറയുന്നു. ഇതൊക്കെയാണ് യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് വേദവാക്യം നമ്മോട് പറയുന്നത്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതായുള്ള പൈതങ്ങൾ ഏലിയാവിൻ്റെ ശക്തിയോടുകൂടി ഈ ലോകത്തിൽ പ്രവചിക്കുവാനായിട്ട് കഴിയുന്നതായിട്ടുള്ള ആളുകൾ. ദൈവത്തിൻ്റെ ഉദ്ദേശത്തോടു കൂടിയാണ് ഓരോ പൈതലും ഈ ലോകത്തിൽ ജീവിക്കുന്നത് എന്നത് നാം മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് നമ്മളുടെ ജീവിതത്തെ സമ്പൂർണ്ണമായി ദൈവകരങ്ങൾ സമർപ്പിക്കുവാനായിട്ട് കഴിയുമോ? ജനങ്ങളെല്ലാം വളരെയധികം അതിശയത്തോടുകൂടിയാണ് ചോദിക്കുന്നത്, ഈ പൈതൽ എന്തായിട്ട് തീരും? നാം വേദഭാഗത്തെ വായിക്കുന്നുണ്ട്, കർത്താവിൻ്റെ കൈ അവനോട് കൂടി ഉണ്ടായിരുന്നു എന്നത്. പ്രസൻസ് ഓഫ് ദ ലോർഡ് വാസ് ഓൾവേസ് വിത്ത് ഹിം. നമ്മളുടെ ഈ പൈതങ്ങളെല്ലാം നമ്മളുടെ വീട്ടിൽ നമ്മളോടൊന്നിച്ച് ഒരു കാലം വരെ കാണുകയുള്ളൂ. പിന്നെ അവർ പോകും. അവരെവിടെ പോയാലും എങ്ങോട്ട് പോയാലും ദൈവം അവരോട് കൂടിയുണ്ട് എന്ന് പറയുവാൻ നമുക്ക് ഇടയായിട്ട് തീരണം. ദൈവം അവരോട് കൂടിയുണ്ട്, കർത്താവിൻ്റെ കരം അവരോട് കൂടിയുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കും. ബാക്കി എന്തെല്ലാം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിഭാവന ചെയ്താലും, എന്തൊക്കെ കൊടുക്കുന്നതിനായിട്ട് ശ്രമിച്ചാലും ഇത് മറന്നു പോകരുത്. ദൈവത്തെ കൊടുത്ത് വേണം പൈതങ്ങളെ വളർത്തിയെടുത്ത് കൊണ്ടുവരുവാനായിട്ട്. ദൈവത്തെ അവരറിയണം. ദൈവത്തിൻ്റെ കൃപകൾ അനുഭവിക്കാൻ ഇടയാകണം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതിനായിട്ട് ഇടയായിട്ട് തീരുകയും വേണം. പീറ്റർ ടിബീച്ചി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ഫ്രാൻസിസ്കൻ സന്യാസി സമൂഹത്തിൽപ്പെട്ടതായിട്ടുള്ള ഒരാൾ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായുള്ള കെനിയയിൽ ഒരു സ്കൂളിൻ്റെ അധ്യാപകനായിരുന്നു. ആ സ്കൂളിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതായുള്ള അധ്യാപകൻ തനിക്ക് കിട്ടുന്നതായുള്ള വേതനത്തിൽ 80% കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയും പഠനത്തിന് വേണ്ടിയും ചിലവാക്കുമായിരുന്നു. 20% കൊണ്ട് മാത്രമാണ് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരുന്നത്. ലളിതമായിട്ടുള്ള ജീവിതം നയിച്ചതായിട്ടുള്ള വ്യക്തി. ഒരു ക്ലാസ്സിൽ 58 കുട്ടികളാണ്. അവർക്കെല്ലാവർക്കും കൂടെ ഒരു കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റ് കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലേ കിട്ടിയില്ല, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹം രാവിലെ ഇൻ്റർനെറ്റ് കഫേയിൽ പോയി ഡൗൺലോഡ് ചെയ്ത് ഈ കുഞ്ഞുങ്ങൾ കൊടുക്കേണ്ടതായുള്ള പാഠങ്ങളുമൊക്കെ ആയിട്ട് ക്ലാസ് തരും. അവരെ പഠിപ്പിക്കുക മാത്രമല്ല, വീക്കായിട്ടുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കും. അവരുടെ വീട്ടിൽ അവരെ സന്ദർശിക്കുന്നതിനായിട്ട് പോകും. ആ ദേശത്തിന് തന്നെ ഒരു അനുഗ്രഹമായിട്ട് തീർന്നതായുള്ള വ്യക്തി. അദ്ദേഹത്തിന് ബെസ്റ്റ് ടീച്ചർ എന്നുള്ളതായുള്ള അവാർഡ് ലഭിച്ചു. $10,000 ആണ് അവാർഡായിട്ട് കിട്ടുന്നത്. $10,000. നമ്മളാണ് എന്ത് ചെയ്തത്? അദ്ദേഹം ഉടനെ തനിക്ക് കിട്ടിയതായിട്ടുള്ള ആ തുക കൊണ്ട് താൻ പഠിപ്പിക്കുന്നതായുള്ള സ്കൂളിൽ ഒരു നല്ല ലൈബ്രറി, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള പഠനത്തിനുള്ള സാമഗ്രികൾ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അവാർഡ് ലഭിച്ചതായുള്ള അവസരത്തിൽ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ വിദ്യാർത്ഥികളുടെ വലിയ കഴിവുകൾ തുറക്കുന്ന
ഒരു എളിയ താക്കോൽ മാത്രമാണ് ഞാൻ എന്നുള്ളതാണ്. എൻ്റെ വിദ്യാർത്ഥികളുടെ വലിയ കഴിവുകൾ തുറക്കുന്ന എളിയ താക്കോൽ മാത്രമാണ് ഞാൻ. ഈ പൈതൽ എന്തായിട്ട് തീരും? നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ടതായുള്ള ചോദ്യമാണ്. ദൈവം നൽകുന്നതായുള്ള കുഞ്ഞുങ്ങളെക്കുറിച്ച് ഈ പൈതൽ എന്തായിട്ട് തീരും? ഒരു കാര്യം ഉറപ്പാണ്, they will excel all of us. എന്നെയും നിങ്ങളെയൊക്കെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ഉയർന്നു വരും, യാതൊരു സംശയമില്ല. എന്നാൽ കർത്താവിൻ്റെ കരം അവരോടുകൂടി ഉണ്ടായിരുന്നു എന്ന് പറയുവാനായിട്ട് കഴിയും. അതാണ് ആവശ്യം. കർത്താവിൻ്റെ കരം അവരോടുകൂടെ ഉണ്ടായിരുന്നു. ഓൾവേസ് ഫീൽ ദാറ്റ് ഗോഡ് ഈസ് വിത്ത് us and always understand that God's ways are more important. ഒന്നുമില്ല എന്ന് തോന്നുന്നതായുള്ള സാഹചര്യത്തിലും വട്ടപൂജ്യമാണ് എന്ന് തോന്നുന്നതായുള്ള അവസരത്തിലും ക്യാൻ വി ട്രസ്റ്റ് ഗോഡ്? അത് പറഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ ആരംഭിച്ചത്. മനുഷ്യനെ അസാധ്യമെന്ന് പറയുന്നതായുള്ള രംഗങ്ങളിൽ സാധ്യമാക്കി തീർക്കുവാൻ കഴിയുന്നതായുള്ളൊരു വലിയനായുള്ള ദൈവമാണ് നമ്മളുടെ ദൈവം. ആ ദൈവത്തെ അറിഞ്ഞ് ജീവിപ്പാൻ നമുക്കിടയായിട്ട് തീരണം. നമുക്ക് ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം. തലകളെ ഉണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന പൈതങ്ങൾക്കായിട്ട് സ്തോത്രം. ഇന്ന് ഈ ഇടവകയിൽ ജനിച്ച് വളർത്തപ്പെട്ടതായുള്ള പൈതങ്ങൾ സാത്താനെ ഉപേക്ഷിക്കുന്നു, യേശുമിശിഹായിൽ വിശ്വസിക്കുന്നെന്ന് പറയുന്നതായുള്ള സാഹചര്യത്തിൽ ഞങ്ങൾ അവർക്ക് പകർന്നു നൽകിയതായുള്ള വിശ്വാസമാകുന്നല്ലോ അവർക്ക് ഇന്ന് മനസ്സിലാക്കി പറയുവാൻ ഇടയായിട്ട് തീരുന്നത്. ജീവിതത്തിൽ എല്ലായ്പ്പോഴും അത് ഓർക്കുന്നതിനും എപ്പോഴും കർത്താവിനോട് കൂടെ ജീവിക്കുന്നതിനും കർത്താവിൻ്റെ കരം കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനും ഞങ്ങളെല്ലാവരും നീ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫസ്റ്റ് കമ്മ്യൂണിക്കൻസിനെ അവിടെ തന്നെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. സ്വർഗീയമായുള്ള നൽവരങ്ങൾക്ക് അവരെ യോഗ്യതയുള്ളവരാക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയയോടെ കേൾക്കണമേ.